എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നത്? നമുക്കറിയാം, നമ്മുടെ നിങ്ങൾ പല പോലീസ് സ്റ്റേഷൻ ജോലി നോക്കാനായിരിക്കും. അവിടെ പാർട്ട് 4 നോക്കി അറിയാൻ പറ്റും ഏത് വർഷത്തിലാണ് പോലീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ ചില കാലഘട്ടങ്ങളിൽ ചെറുതായിട്ടുള്ള ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് കൊടുത്തു എന്നുള്ളതല്ലാതെ കാര്യമായോ കാതലായോ ഒരു ഇൻക്രീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2, പുതുതായിട്ട് സാങ്ഷൻ ചെയ്ത പോലീസ് സ്റ്റേഷനുകളിൽ എത്ര സ്ട്രെങ്ത് കൊടുത്തു? പല പോലീസ് സ്റ്റേഷനിലും 10 പോലീസുകാരേ ഉള്ളൂ. 10 പോലീസുകാരെ വെച്ചൊരു പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് പോലീസ് സ്റ്റേഷൻ റൺ ചെയ്യാൻ പറ്റുമോ? അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫെയിലറുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 50 പേരുമായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വാശി പിടിക്കാനുള്ള ആർജവം മുതിർന്ന ഉദ്യോഗസ്ഥരായ ഞങ്ങൾ കാണിക്കേണ്ടതാണ്. ഞാനിത് പഠിച്ചത് മുൻ DGP ലോക്നാഥ് ബെഹ്റയിൽ നിന്നാണ്. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ ഓർമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അജിത്തെ, ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പ്രപ്പോസൽ അയച്ചാൽ മിനിമം 50 പേരെങ്കിലും പ്രപ്പോസൽ അയക്കണം. എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിൽ ആദ്യമായിട്ട് അടുത്ത കാലങ്ങളിൽ 40 പോലീസുകാരും 15 ഹെഡ് ക്വാർട്ടേഴ്സും ഇല്ലാണ്ട് 50ഓളം പേരുമായിട്ട് ഉണ്ടായ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം സിറ്റിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനാണ്. അത് എൻ്റെ പ്രപ്പോസലിൽ ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ പ്രപ്പോസൽ എഴുതി കൊടുക്കുന്നതോടൊപ്പം നേരിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിന് കൈ കൊടുത്ത സാങ്ഷൻ വേണ്ടി ആദ്യമായിട്ടാണ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ അത്രയും പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെങ്ത് വേണമെന്ന് വാശി പിടിക്കാനുള്ള ആർജവം നമുക്ക് വേണം, പോലീസ് നേതൃത്വത്തിന് വേണം. അവിടെയാണ് നമ്മുടെ കഴിവ്. അത് വാങ്ങിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേഷൻ വേണ്ട എന്ന് പറയാനുള്ള ആർജവം എൻ്റെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം നിങ്ങൾക്കറിയാം. ഒരു പക്ഷേ ഞാൻ ASP അണ്ടർ ട്രെയിനി ആയിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോയിരുന്ന് നടന്നാണ്. തലയിൽ തോർത്തും കെട്ടി തോളിൽ ഷോൾഡറിൽ ടോർച്ചും വെച്ച് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റകൃത്യങ്ങൾ കൂടി, ക്രിമിനൽ വാസന കൂടി, ഡ്രഗ് യൂസ് കൂടി. നിങ്ങൾക്കറിയാം, ആട് ആന്റണി കൊല്ലത്ത് കുത്തിക്കൊന്നത് തൊട്ട് ട്രിവാൻഡ്രം സിറ്റിയിലെ എത്ര പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയുടെ ഇടയിൽ ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ട് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് അവർ കുത്തേറ്റു? അവർ കുത്തേറ്റാനുള്ള കാരണം അവർ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ സഫിഷ്യന്റ് സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഒരു ആംസമായിട്ട് നിൽക്കുന്ന ഒരു ക്രിമിനലിനെ നമുക്ക് പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 3-4 പേര് വേണം. ആ 3-4 പേര് വേണ്ട പോലീസ് സ്ഥലത്തിലാണ് നമ്മൾ നൈറ്റ് പെട്രോളിംഗ് ഒരാളെ അയക്കുന്നത്. സ്വാഭാവികമായിട്ട് നൈറ്റ് പെട്രോളിംഗ് ഒരാൾ പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? പോകുന്നത് പലപ്പോഴും പ്രായമുള്ള ASI ആണ്. ഇത്തരത്തിൽ പ്രായമേറിയ ASIമാരും ഒരാളുമായിട്ട് പോയി നൈറ്റ് പെട്രോളിങ്ങിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യമില്ല. നൈറ്റ് പെട്രോളിങ്ങിൽ പോകുന്ന 4 പേരില്ലാതെ പോകുന്ന ഏത് നൈറ്റ് പെട്രോളിങ്ങും ആ പോകുന്ന പോലീസുകാരുടെ ജീവന് ഭീഷണിയാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2018 വിസിബിൾ പോലീസ് സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും നിർബന്ധിച്ചു, 4 പേര് വേണം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ സാധനമാണ് ഞാൻ. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് എനിക്കും ആവശ്യമാണ്, നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സുരക്ഷ നോക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്കറിയാം, ഇന്ന് ഓരോ ദിവസവും ഓരോ തരത്തിൽ ക്രിമിനലാണ്. പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ ആർക്കും പേടിയില്ല. പണ്ട് ഒരു ഹെഡ് കോൺസ്റ്റബിൾ പോയി നിന്ന് വാടാ എന്ന് പറഞ്ഞാൽ കാലത്ത് മാറി ഇന്ന് ഒരു സംഘം പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസാണ് നിങ്ങൾ എന്നും കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല അവസരങ്ങളിലും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് ഫേസ് ചെയ്യുന്ന ഒരു പോലീസ് ഗ്രൂപ്പാണ് നമ്മൾ. നിങ്ങൾക്കറിയാം, ഡോക്ടർ വന്ദന കേസ് അന്ന് വളരെയേറെ ശ്രമിച്ചിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 പോലീസുകാരും ഒരു ഹോം ഗാർഡും ഏതാണ്ട് എല്ലാവരും കൂടെ ചേർത്താണ്ട് 14 കുത്ത് കിട്ടി. 14 കുത്ത് കിട്ടി. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു വന്ദന രക്ഷപ്പെടുകയും ആ 3 പോലീസുകാരെ കൊല്ലപ്പെട്ടെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. സാധിച്ചില്ല, എനിക്ക് ദുഃഖമുണ്ട്. നമ്മുടെ ജീവൻ കൊടുത്തും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ജനം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്രത്തോളം സുരക്ഷിതമായി ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ റിസ്ക് കൂടാതെയാണ് സ്ട്രെങ്തിൻ്റെ കുറവ്. ഈ റിസ്ക് ഉള്ള പുതിയ മേഖലകൾ, സൈബർ പോലീസിംഗ് വന്നിട്ടുണ്ട്, ഇടത് തീവ്രവാദ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ സ്ഥാനം വന്നിട്ടുണ്ട്. നമ്മൾ ഇടപെടുന്ന സിവിൽ ഇഷ്യൂസ് എത്രയാണ്, ഫാമിലി ഇഷ്യൂസ് എത്രയാണ്, എന്തിനേറെ പറയുന്നു മറ്റേത് സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ഇഷ്യൂസ് അവർ ഞങ്ങളോടാണ് പറയുന്നത്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം, റോഡ് പൊളിച്ചാൽ ഞങ്ങൾ നോക്കണം, കറണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം, പശു പ്രസവിച്ചാൽ ഞങ്ങൾ നോക്കണം.
ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളാണ് ഞങ്ങളുടെ പുറത്ത് വരുന്നത്. എന്തുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നു അത് നമ്മൾ പോസിറ്റീവായിട്ട് കാട്ടാം. ഇന്ന് എന്താവശ്യപ്പെട്ടാലും ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും അത് ചെയ്യാനും സാധ്യതയുള്ള ഏക സേന കേരള പോലീസ് സേന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ വിളിക്കുന്നവർ. അത് മാത്രം കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം, അതാണ് ബഹുമാനായ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞത്. എന്താണ്? ജനങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമുണ്ട്. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ശരി, ജനങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമുണ്ട്. ജനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ജനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു റോഡിലൊരു പോലീസുകാരനെ കാണണം. ഇന്നും റോഡിലൊരു പോലീസുകാരനെ കണ്ടാൽ സുരക്ഷിത ബോധം ഉണ്ടാവുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. നിങ്ങൾക്കറിയാം, നിങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ എത്ര പേരാണ് നിങ്ങളോട് കാര്യം ചോദിക്കുന്നത്? മറ്റേത് സംസ്ഥാനത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോലീസിനോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാര്യം ചോദിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് മാത്രമല്ല, അവരെ ഗൈഡ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കഴിഞ്ഞ UDF സർക്കാർ കാലത്ത് രമേശ് ചെന്നിത്തലയുടെ സാറിൻ്റെ PS-ന്റെ ഫാമിലി രാത്രി 11 മണിയായപ്പോൾ MLA കുറച്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും അന്ന് കൺട്രോൾ റൂംകാർ ടയർ മാറ്റി കൊടുത്തു എന്ന് മാത്രമല്ല, ഉടനീളം അവർ വീട് വരെ പൈലറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ദുരന്തങ്ങൾ മാത്രമല്ല, ദൈനംദിനം ഇന്നൊരു ദിവസം എടുത്തു കഴിഞ്ഞാൽ കേരള പോലീസിലെ സാധാരണ പോലീസുകാരനായ സിവിൽ പോലീസ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ASIയും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ജീവൻ രക്ഷാപ്രവർത്തനം എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം. അതിഭയങ്കരമാണ്. ഇത്രത്തോളം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല, നമ്മൾ പബ്ലിസിറ്റി ചെയ്യാറില്ല, നമ്മളൊന്ന് പ്രശസ്തിക്ക് വേണ്ടി പറയാറില്ല. നമ്മുടെ പ്രവൃത്തി ദൈനംദിന പ്രവൃത്തിയാണ് നമ്മൾ കൊണ്ടുപോവാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജോലിയുടെ ഭാരം കൂടി എന്നുള്ളത് വസ്തുത തന്നെയാണ്. പുതിയ പുതിയ ഡിവിഷൻസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ വസ്തുത മറച്ചു വെക്കേണ്ട കാര്യമില്ല, ആ വസ്തുത ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ആ വസ്തുത ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കളക്റ്റീവായിട്ട് പോലീസ് നേതൃത്വം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു സാധനം തന്നെയാണ് പോലീസ് സേനയുടെ അംഗസംഖ്യ കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്.